ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജൂൺ 2. കുട്ടികളെല്ലാം സ്കൂളിൽ പോകുമല്ലേ. അപ്പോൾ എൻ്റെ മോന് ഇന്ന് പുതിയൊരു സ്കൂളിലോട്ട് മാറുവാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയാലോ നമുക്ക്. ഹലോ ഗൈസ്, ഞാൻ പുതിയ സ്കൂളിലേക്ക് പോക്കാണ്. എല്ലാവർക്കും എൻ്റെ സ്കൂളിലേക്ക് സ്വാഗതം. ഇവിടെ എൻ്റെയും മോൻ്റെയും ഒരു ഫ്രണ്ട് ഉണ്ട്. അതായത് എൻ്റെ ഫ്രണ്ട് മുനീറേൻ്റെ മോള് ലിയ മെഹബിൻ കണ്ണൻ്റെ കൂടെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവരെയും കൂടി കൂട്ടിയിട്ടാണ് നമ്മളിന്ന് സ്കൂളിലോട്ട് പോകുന്നത് കേട്ടോ. 2 മാസത്തെ വേനലവധിക്ക് ശേഷം കുഞ്ഞുങ്ങളെല്ലാവരും സ്കൂളിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ വന്നപാട് തന്നെ വണ്ടി വെക്കാൻ സ്ഥലം ഉണ്ടാവില്ലേന്ന് കരുതിയിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഗ്രൗണ്ട് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. നമ്മുടെ മരുതായി LP സ്കൂളിൽ നിന്നും മട്ടന്നൂർ GUPയിലോട്ട് പോവുകയാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ സത്യത്തിൽ അവരും എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം പുതിയ കൂട്ടുകാർ, പുതിയ ടീച്ചേഴ്സ്, പുതിയ സ്കൂള്, എല്ലാ അന്തരീക്ഷമായിട്ട് അവർ ഒത്തുചേർന്ന് വരണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മളും ഉള്ളത്, രക്ഷിതാക്കളും. അപ്പോൾ നമുക്ക് സ്കൂളിലോട്ട് പോകാം. ഇതാണ് ഫ്രണ്ടിലെ ഭാഗം കേട്ടോ. സ്കൂളിൻ്റെ ഫ്രണ്ടിലെ ഭാഗം ഇതാണ്. പിന്നെ പോകുന്ന വഴി നമ്മൾ രക്ഷിതാക്കൾ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ അറിയാമല്ലോ, കുറേ ചളി കോമഡികളൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് മൂന്നാളും. അങ്ങനെ സ്കൂളിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിത് എത്തിപ്പെട്ടത് സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലാണ് കേട്ടോ. വലിയൊരു ഓഡിറ്റോറിയമാണ്, ചെറുതല്ല, വലിയ ഓഡിറ്റോറിയമാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ പറ്റുന്ന ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ പ്രോഗ്രാമൊക്കെ നടക്കുന്നത്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. ഞങ്ങൾ ഏകദേശം ഒരു 9:30 മണി ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിയിരുന്നു. പിന്നെ കുഞ്ഞു മക്കളൊക്കെ കരഞ്ഞുകൊണ്ട് വരുന്നുണ്ട്, കുറേ ആൾക്കാർ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ആദ്യമായിട്ട് വരികയാണ് സ്കൂളിലോട്ട്. അപ്പോൾ അതിൻ്റേതായ കുറേ വിഷമങ്ങൾ അവരുടെ മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അങ്ങനെ മകൻ 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ 5ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികളുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെട്ടു, കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിച്ച്. അപ്പോഴേക്കും നമ്മുടെ ഏകദേശം പ്രവേശനോത്സവത്തിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ അതിൻ്റെ ഒരുക്കത്തിലാണ്. സ്റ്റേജൊക്കെ അതിന് റെഡിയായിട്ട് നിൽക്കുകയാണ്. ആൾക്കാരൊക്കെ നന്നായിട്ട് വന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, കുറച്ചല്ല ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാണുന്ന മനോഹരമായ ചിത്രങ്ങൾ വരച്ചിട്ടുള്ള റൂമുകളാണ് KG ക്ലാസ് കുട്ടികളുടെ ക്ലാസ് മുറി. അപ്പോൾ ഒത്തിരി ആൾക്കാർ അതൊക്കെ കണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കുഞ്ഞുമക്കൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു ആകാംക്ഷയില്ല. അപ്പോൾ ഇതാണ് അവരുടെ ക്ലാസ് മുറി കേട്ടോ. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മുടെ കുഞ്ഞു മക്കൾ ഒരുപാട് ബലൂണുകളും തലയിൽ കിരീടമൊക്കെ വെച്ച് പതുക്കെ നമ്മൾ സ്റ്റേജിലോട്ട് അവരെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെടുത്തി. പിന്നെ അവർക്ക് ഗിഫ്റ്റുകൾ കൊടുത്തു. എല്ലാവരുടെ കയ്യിലും ബലൂണുകളുണ്ട്. അതുപോലെ തന്നെ തലയിൽ കിരീടമൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ അമ്മയെ വിളിച്ച് കരയുന്നുണ്ട്, കുറേ ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എല്ലാവരും ബലൂണുകൾ ഇങ്ങനെ അനക്കി നിൽക്കുന്നത് കാണാൻ നല്ലൊരു രസമായിരുന്നു. അങ്ങനെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റേജിൽ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതാണിത് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള ഡാൻസ് ആയിരുന്നു. വെൽക്കം സോങ് ഒക്കെ പാടിക്കൊണ്ടുള്ള ഡാൻസാണ്, കാരണം അതിൻ്റെ നൃത്തമാണ്. പിന്നെ അതിനിടയിൽ ഫുഡ് കഴിക്കുന്ന ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളെ ഡിവിഷൻസ് ആയിട്ട് തിരിച്ച് ഓരോ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ 5ാം ക്ലാസ് ആണെങ്കിൽ ഒരുപാട് ഡിവിഷൻസ് ഉണ്ട്. 5ആണെങ്കിൽ 5ാം ക്ലാസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനിടയിൽ മോനെയും കൊണ്ട് മോൻ്റെ ക്ലാസ് മുറിയിലോട്ട് പോയി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അതിനിടെ തിരക്കായിരുന്നു. പിന്നെ വാവ എൻ്റെ കൈമിലുള്ളതുകൊണ്ട് എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും പുതിയൊരു അധ്യയന വർഷം നല്ല രീതിയിലാവട്ടെ എല്ലാ കുഞ്ഞുമക്കൾക്കും. എല്ലാവരും അടിച്ചു പൊളിച്ച് ഈ ഒരു വർഷം മുന്നോട്ട് പോകട്ടെ, നന്നായി പഠിക്കട്ടെ, രക്ഷിതാക്കളുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് അവർ വലിയ രീതിയിൽ എത്തിപ്പെടട്ടെ എന്ന് മാത്രം ആശംസിക്കാനേ നമുക്ക് പറ്റുള്ളൂ. Bye.
അങ്ങനെ പ്രവേശനോത്സവമൊക്കെ കണ്ടു. ഉച്ചക്ക് ഏകദേശം 1 മണിയാകുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ വന്നിട്ട് എടുക്കുകയാണ്. അതും കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ.